വെൽക്കം ടു ഡേ 6. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീറ്റു. രാവിലെ എണീക്കേണ്ടിയിരുന്നു, ഇവരെല്ലാവരും കൂടെ ഒന്ന് എണീപ്പിച്ചു. രാവിലെ തന്നെ നമുക്ക് അടിപൊളി വ്യൂ ആണ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ. അപ്പോൾ ഡേ 6 ഇപ്പോൾ ജസ്റ്റ് എണീറ്റ് പുറത്തേക്ക് ഇങ്ങനെ വന്നാൽ നേരെ അങ്ങോട്ടേക്ക്. ഇനി പോയിട്ട് ബ്രഷ് ചെയ്യണം. ഭയങ്കരമായിട്ട് വിശക്കാൻ തുടങ്ങി ഓൾറെഡി. എന്നിട്ടെന്താ ബ്രേക്ക്ഫാസ്റ്റ് നോക്കണം. വല്ല ഇഡ്ഡലി വല്ലതായിരിക്കും ഞാൻ കഴിക്കേണ്ടാവും മിക്കവാറും. വെയിൽ അപ്പോഴത്തേക്കും ഞാൻ അകത്തേക്ക് പോട്ടെ. യെസ്, ഇന്നത്തെ 1 ലിറ്റർ. അപ്പോൾ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ ഓർത്ത് ഇഡ്ഡലി ഉണ്ടെന്നാണ്, പക്ഷേ ഇഡ്ഡലി ഇല്ലായിരുന്നു, അപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും അപ്പവും മുട്ടക്കറിയാണ് കഴിച്ചത്. 2 അപ്പമേ കഴിച്ചുള്ളൂ, കാരണം അപ്പം അരിയല്ലേ. അപ്പോൾ അരിയാണെന്ന് തന്നെ എൻ്റെ ഓർമ്മ, അരി വെച്ചുണ്ടാക്കുന്നില്ല, അതുകൊണ്ട് കുറച്ചേ കഴിച്ചുള്ളൂ. 2 അപ്പം, ഒരു മുട്ടയും കറിയും. ഓക്കെ, അതാണ് കഴിച്ചത്. പിന്നെ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടുന്ന് പോവും. എനിക്ക് പള്ളിയിലൊക്കെ പോകാനുണ്ട്, പള്ളിയിലൊക്കെ പോകാനുണ്ടല്ലോ, അതാണല്ലോ മെയിൻ റീസൺ. അപ്പോഴത്തേക്ക് എന്തായാലും അങ്ങോട്ടേക്കൊക്കെ പോകാനുണ്ട്. അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് റെഡി ആവണം. ഇനി സ്നാക്ക് എന്താ എപ്പോൾ കഴിക്കും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല, കാരണം ഇപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് എനിക്ക് മാത്രമേ ഞാൻ ഫുഡ് ക്യാരി ചെയ്തിട്ടില്ല. അപ്പം കാരണം ഇങ്ങനെ 2 ദിവസത്തേക്ക് ക്യാരി ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളിവിടെ നിന്ന് തന്നെ കഴിക്കുന്നത്. അപ്പം അത് ഇവിടെ ഉള്ളത് വെച്ചിട്ട് ഹെൽത്തി ഓപ്ഷൻ ചൂസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ പുറത്ത് വന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. ഉള്ളതിൽ ഹെൽത്തി ഓപ്ഷൻസ് ചൂസ് ചെയ്യുക, എന്നിട്ട് കഴിക്കുക. ജങ്ക് കഴിക്കുന്നതിന് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോഴത്തേക്കും ഞാൻ എന്തായാലും ബാക്കി പരിപാടികൾ നോക്കട്ടെ. അപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ വന്നു. പറഞ്ഞോ നിന്നോ. ഹലോ. നമ്മളൊരു ഹോട്ടലിൽ വന്നു. ഇവിടെ വേറെ വഴിയില്ലല്ലോ, അപ്പോൾ ഹോട്ടലിൽ നിന്ന് കഴിക്കണം. അപ്പോൾ നമ്മളെന്താ കഴിക്കാൻ പോകുന്നത്? പപ്പ കഞ്ഞിയുടെ പപ്പ കഞ്ഞി കഴിക്കും, ഞാൻ കഞ്ഞി കഴിക്കുന്നില്ല, ഞാൻ വേറെ എന്തെങ്കിലും കഴിച്ചോ. അപ്പോൾ പോട്ടെ. അപ്പം നമ്മൾ ലഞ്ച് കഴിച്ച് കഴിഞ്ഞു. അമ്മ ബിരിയാണി കഴിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു ബിരിയാണി? കൊള്ളത്തില്ലായിരുന്നു. പൈനാപ്പിൾ എസൻസ് ഒക്കെ കഴിച്ചിട്ടുള്ള ബിരിയാണി ആയിരുന്നു, കൊള്ളത്തില്ലായിരുന്നു. ഞാൻ ചോറാണ് കഴിച്ചത്, ചോറും മോരും, പിന്നെന്താ ചിക്കൻ കഴിച്ചു, അത്ര കഴിച്ചുള്ളൂ. അപ്പം നമ്മൾ സ്നാക്ക് കഞ്ഞി കഴിക്കുന്ന ഒരാൾ പോകുന്നുണ്ടോ? വെറും കഞ്ഞി. അപ്പം എന്തായാലും പോയിട്ട് ഇനി അടുത്ത സ്നാക്ക് നോക്കട്ടെ. സ്നാക്ക് 1 കഴിക്കാൻ പറ്റില്ല കേട്ടോ. ഞങ്ങളിപ്പം തീക്കോയി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു. അതാണ് അമ്മയുടെ സ്ഥലം. ഇവിടെ ഒരു വാട്ടർഫോൾ കാണാമെന്ന് പറഞ്ഞ് വന്നതാണ്. വാട്ടർഫോൾ തപ്പി ഇറങ്ങിയതാണ്. വാട്ടർഫോൾ എവിടെയാണ് നോക്കട്ടെ. ഒറ്റ മിനിറ്റ് അമ്മ, ഇതെന്തുവാ ഇത് ഇറക്കിയത്? ഇവിടുന്ന് വീണ് കഴിഞ്ഞാൽ തീർന്നല്ലോ. നിങ്ങൾ കണ്ടോ? ഇതിങ്ങനെ താഴേക്കൊരു ഇറക്കുക, ഒറ്റ വീഴ്ച തീർന്നു. മനുഷ്യനെ പേടിപ്പിക്കാൻ. അതിൻ്റെ സൈഡിൽ പോയി നിൽക്കുന്ന എൻ്റെ അമ്മേനെ കണ്ടോ? ഇതാണ് എൻ്റെ അമ്മ, കണ്ടില്ലേ? നമ്മുടെ ടൂറിസ്റ്റ് സ്ത്രീ, അതാണ് എൻ്റെ അമ്മ, കണ്ടോ? അതാ പോസ് ചെയ്തോണ്ടിരിക്കുക. അതുവരെ പോസിങ് കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും പോസ് ചെയ്യുവാ. ഇങ്ങനെയാ നമ്മൾ ചാവ കിടക്കുന്ന സമയത്ത് ഒരുങ്ങി കിടക്കാവുള്ളൂ എന്ന് പറയത്തില്ല, അതാണ്. ഒരു മണ്ണിടിഞ്ഞ സ്ഥലമൊക്കെ കഴിഞ്ഞാൽ പോകുന്നത്. ഓൾ ദി ബെസ്റ്റ്. പേടിയുണ്ടോ? അമ്മയ്ക്കൊക്കെ എന്ത് പേടി, ധൈര്യവതിയാ, സ്ട്രോങ് ബോൾഡ് വുമൺ. അപ്പം നമ്മൾ മുകളിലേക്ക് പോവാ. ഇവിടെ അപ്പോൾ വെള്ളം പൊങ്ങുമോ? ഒഴുക്ക് തുടങ്ങും. ഓ അടിപൊളി. നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് ഇതാണ്. കുറേ നടക്കാനുണ്ട്, അതൊരു ട്രക്ക് പോലെയാണ്. അപ്പോൾ പിന്നെ കാർഡിയോ വർക്കൗട്ടായി. ഇങ്ങനെ അങ്ങോട്ട് പോകാൻ അങ്ങ് ഒക്കെ ഞാൻ കാണുന്നില്ല. ഇവിടുന്ന് അവിടെ എത്തിയിട്ട് കാണിച്ചിട്ട് കുറേ നടക്കാനുണ്ട്, ട്രക്ക് പോലെ. ഇറങ്ങുന്നു കയറുന്നു. അമ്മച്ചി, ഇതെന്താ അമ്മ ഒരു ദ്വരയൊക്കെ, ഒരു തുള? കർത്താവേ, എത്താറായി അമ്മേ. ചിന്നു അമ്മ പതുക്കെ പോ, നമുക്ക് ഓടുന്നേ, പതുക്കെ പോ. നമ്മൾ കണ്ടിരിക്കുന്നു, അതാ അങ്ങോട്ട് പോട്ടെ. ഇത് മറ്റേ ലൈഫ് ഓഫ് റാമിലെ പാട്ടില്ലേ, അതിനകത്ത് പോലെയുണ്ട്.
അതുപോലെ പറക്കുന്ന വെള്ളം. ചാടി ഒരാൾ തിരിച്ചു കയറിയിട്ടില്ല. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, പക്ഷെ പേടിച്ച്. പപ്പ ഒരു ഇതിഹാസമല്ലല്ലോ, സാഹസം കാണിച്ചു. അതിന്റെ മണ്ടയ്ക്ക് കയറി. പപ്പയ്ക്ക് ഒരു അഹങ്കാരമുണ്ട്. പപ്പയ്ക്ക് നന്നായി സ്വിമ്മിങ് അറിയാമെന്നൊക്കെ ഉള്ള അതിന്റെ പേരിൽ അങ്ങ് കയറി മോള് നിന്ന്. അപ്പത്തേക്ക് അമ്മ പേടിച്ചു. അതിന് നമ്മളപ്പം തന്നെ ഇറക്കി ഇപ്പം തിരിച്ചു പോവുക. ഇതാണ് നമ്മുടെ സ്നാക്ക് പൈനാപ്പിൾ. ഇതായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ മണ്ണിടിച്ചിൽ. ഒരു ഉരുള് പൊട്ടിയതാണിത്. ഭയങ്കരമായിട്ടും ഒരു വലിയൊരു തുള തന്നെ അവിടെ വന്നേക്കുന്നത്. ഫുൾ ചെളിയായി, നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ വാട്ടർഫോളിലേക്ക് പോകുന്നത്. ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ അത് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഫുൾ നിങ്ങൾ നോക്കിയാൽ ഫുൾ ഇങ്ങനെ മണ്ണിടിഞ്ഞ് ഒരു സൈഡ് മൊത്തം താഴേക്കായി പോയേക്കുക. കണ്ടോ, ഒരു കുഴി പോലെ ആയേക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോഴത്തേക്കും തിരിച്ചു വന്ന വഴിക്ക് ഇവിടെ ഫേമസ് ബേക്കറി ഉള്ള ആൻസ് എന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ. അപ്പോഴത്തേക്കും തിരിച്ച് വരുന്ന വഴിക്ക് ആൻസ് എന്ന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്നോ ബോൾ ഉണ്ട്. അപ്പോൾ അത് മേടിച്ചായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ചെടുത്ത് കഴിച്ചു കേട്ടോ. കാരണം അത്ര ഫേമസ് ആയിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഹാഫ് 40 ലൈക്ക് പകുതി മുക്കാലോളം ഞാനത് കഴിച്ചു. നിങ്ങളോട് ഞാൻ പറയണം, ഞാനത് കഴിച്ചു. പിന്നെ ഇപ്പോൾ വന്നു, ഇനി ഡിന്നർ കഴിക്കണം. ഡിന്നർ കഴിക്കാൻ എന്താണെന്ന് പോയി നോക്കണം. അപ്പം അതിന് മുമ്പ് ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ എന്ന് ഓർത്തു. അപ്പം ഞാൻ ഓടിപ്പോയി കുളിക്കട്ടെ. നമ്മൾ കുളിച്ചൊക്കെ കഴിഞ്ഞു. ഞാൻ തല കുളിച്ചില്ല ഇന്ന്, മേല് മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ കുളിച്ചൊക്കെ കഴിഞ്ഞു. ഇനിയാണ് ഡിന്നർ. ഇനിയാണ് ഡിന്നർ കഴിക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ താഴെ പോയി നോക്കട്ടെ എന്താ കഴിക്കേണ്ടത്. ചപ്പാത്തി എന്തെങ്കിലും ആയിരിക്കും കഴിക്കേണ്ടത്. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചു. ഞാൻ ചപ്പാത്തിയും പോത്ത് ആണ് കഴിച്ചത്, ബീഫാണ് കഴിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഭയങ്കര ടയറിങ് ഡേ ആയിരുന്നു. മടുത്തു, നല്ല ടയർഡാണ്. കിടന്നുറങ്ങാൻ നല്ല ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ് കിടന്നുറങ്ങാൻ. അത്ര നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ വേഗം പോയി കിടന്നുറങ്ങട്ടെ. ഇന്നത്തെ ഡേ നടന്നു. നമ്മുടെ ആസ് യൂഷ്വൽ റിച്വൽ നമുക്ക് ടിക്ക് ചെയ്യണം. അപ്പോൾ ഇന്ന് കുറേ എങ്ങോട്ടൊക്കെയൊക്കെയോ പോയിട്ട് മറ്റേ വാട്ടർഫോൾസ് കാണാൻ പോയപ്പോഴത്തേക്കൊക്കെ നടന്ന് മടുത്തായിരുന്നു. ഒത്തിരി അവിടെ ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞ കുണ്ടും കുഴിയും നിറഞ്ഞ വഴിയായിരുന്നു. അതിൽ കൂടെ നടന്ന് കയറാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എനിക്കിഷ്ടമാണ് ട്രെക്കിങ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങനെ പോയി. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് അവിടെ പോയി ഇവിടെ പോയി അങ്ങനെ ഇങ്ങനെ കറങ്ങി നടന്നിട്ടാണ് എത്തിയത്. എന്തായാലും എത്തി കുളിച്ചെല്ലാം കഴിഞ്ഞ് ഫുഡും കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ഡേയും അടിപൊളിയായി സെറ്റ് ചെയ്തു. ഇന്നത്തെ ഡേയിൽ ഒറ്റ പ്രശ്നം വന്നാൽ സ്നോബോൾ കുറച്ച് കഴിച്ചു. പക്ഷേ സാരമില്ല, നമുക്ക് പിന്നെ വീടെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് ആ സംഭവം ടിക്കട്ടെ. യെസ്, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നാളെ ഞാൻ ട്രാവലിംഗ് ആയിരിക്കും. അപ്പോഴത്തേക്കും ട്രാവലിംഗ് ആയതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ്. ഇപ്പോൾ വെള്ളം കൂടിയാണെന്ന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം നമ്മൾ പുറത്താണ്, വാഷ്റൂം പോകാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ഥലമില്ലെങ്കിലൊക്കെ ഭയങ്കര പ്രശ്നമാകുമല്ലോ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ലിമിറ്റേഷൻസ് ഉള്ള കാരണം ഈ 2 ദിവസം എനിക്ക് ഡയറ്റ് നോക്കാൻ പറ്റി. പക്ഷേ വെള്ളത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് സീനായിരുന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ 7 ദിവസം വർക്കൗട്ട് ചെയ്യത്തില്ല. നമ്മൾ 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം ടോട്ടൽ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കണം. ലൈക്ക് നോർമലായിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യണം, കിടന്നുറങ്ങണം എന്നല്ല, നോർമലായിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യണം. അതുകൊണ്ട് തന്നെ നാളെ ഞാൻ ഹെവി ആയിട്ടുള്ള വർക്കൗട്ടൊന്നും ചെയ്യുന്നുണ്ടാവില്ല. നോർമലായിട്ടുള്ള പരിപാടികൾ, ശരീരം അനങ്ങിക്കൊണ്ടുള്ള പരിപാടികളൊക്കെ ചെയ്യും. പക്ഷെ അല്ലാണ്ട് വർക്കൗട്ട് എന്നുള്ള രീതിയിൽ സ്വിമ്മിങ്ങിനൊന്നും പോകുന്നുണ്ടാവില്ല. നാളെ റെസ്റ്റ് ഡേ ആണ്. പക്ഷെ നമ്മൾ ഡയറ്റ് നോക്കും, ട്രാവലിങ്ങുമാണ്. സബാഷ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് കണ്ടവർക്കും കാണാൻ പോകുന്നവർക്കും ഇനി കാണാനുള്ളവർക്കും എല്ലാവർക്കും താങ്ക് യു. ടു സപ്പോർട്ട് മീ. ഇനി അടുത്ത വ്ളോഗ് നമുക്ക് പിന്നെയും കാണാം. ബൈ.